ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ബബ്ബബ്ബനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ബബ്ബബ്ബ സത്യം പറഞ്ഞാൽ നല്ല എയറിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫിലിം ഞാൻ കണ്ട സമയത്ത്, എനിക്ക് തിയേറ്ററിൽ നിന്ന് കണ്ട സമയത്ത് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. കണ്ട സമയത്ത് കുഴപ്പമില്ലല്ലോ, അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ മിസ്റ്റേക്കൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല, കണ്ടിരിക്കാവുന്ന ഒരു ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ OTT ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഫുൾ എയറിലാണ്. ഇപ്പോൾ ഒരുപാട് റോസ്റ്റിംഗ് വീഡിയോസൊക്കെ ബബ്ബബ്ബനെ പറ്റിയിട്ടുള്ള വീഡിയോസ് യൂട്യൂബിലുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കണ്ട് ഞാൻ എന്താ വിട്ടു, ഇത് ഞാൻ കണ്ട പടം തന്നെ അല്ല ഇവർ കാണുന്നതെന്നുള്ളത്. അങ്ങനെ ഞാൻ ഒന്നുകൂടി റീവാച്ച് ചെയ്ത് OTT ഇറങ്ങിയ പടം ഒന്നുകൂടി ഞാൻ കണ്ട സമയത്ത് ഞാൻ ഞെട്ടിപ്പ്. ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ട് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല മാസമായിട്ടുണ്ടെന്ന് വിചാരിച്ച സംഗതികളൊക്കെ OTT കണ്ട സമയത്ത് പക്ക ക്രിഞ്ച് സാറ്. പിന്നെ പലതും അവരാതെ ലെവലായിട്ടുണ്ട് എന്നുള്ളത് അത് എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമായി തോന്നി. അപ്പോൾ എനിക്ക് തിയേറ്ററിൽ നിന്ന് കണ്ട സമയത്തുള്ള ഒപ്പീനിയനും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ OTT ഇറങ്ങി കഴിഞ്ഞപ്പോൾ കണ്ട ഒപ്പീനിയനും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം തിയേറ്ററിൽ നിന്ന് കണ്ടു പറയാം. തിയേറ്ററിൽ നിന്ന് കണ്ട സമയത്ത് ഞാൻ നല്ല ക്രൗഡായിട്ടുള്ള ഒരു തിയേറ്റർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ആളുകളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ദിലീപിനെ കാണിക്കുന്ന സമയത്ത് നല്ല ഒരു കയ്യടിയും പിന്നെ അതുപോലെ ആർട്ടുവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കൂട്ടത്തിലാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വൈബിലാണ് ഞാൻ ഈ ഒരു ഫിലിം കണ്ടത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ മോഹൻലാലിൻ്റെ എൻട്രിയും സീനൊക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മോഹൻലാലിൻ്റെ എൻട്രി സെക്കൻഡ് ടൈം വരുന്ന സമയത്ത് അതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, സത്യം പറയാം. അതെനിക്ക് തിയേറ്ററിൽ നിന്ന് തന്നെ ഒരു കട്ടവരാതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യമായിരുന്നു പിന്നെ നമ്മുടെ ജയിലിൽ നിന്നുള്ളൊരു ഫൈറ്റ്, ബാലു വർഗീസിൻ്റെ ഫൈറ്റൊക്കെ അതൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡയറക്ടറുടെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും ഡയറക്ടറിന് കുറച്ചൊരു മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. അതായത് കൃത്യമായിട്ട് അദ്ദേഹം എന്താണോ മനസ്സിൽ വിചാരിച്ചത് അതുപോലെ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അതൊരു സത്യാവസ്ഥ തന്നെയാണ് എന്നുള്ളതാണ്. പിന്നെ ഇനി OTT കണ്ട സമയത്ത് എനിക്കിത് പലതും ക്രിഞ്ചായി തോന്നി. അതായത് ഇപ്പം എന്തൊക്കെ കാട്ടാവരാധങ്ങളാണ് കാണിക്കുന്നത് എന്നുള്ള ഒരു ഫീലിങ്ങിലായിരുന്നു ഞാൻ ഈ ഒരു പടം മൊത്തം കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫിലിം കണ്ട സമയത്ത് ഏത് തരത്തിലുള്ള റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ തിയേറ്ററിൽ നിന്നായിരുന്നോ അല്ലെങ്കിൽ OTT ഈ ഒരു ഫിലിം കണ്ടിട്ടുണ്ടോ എന്നുള്ളതും അറിയിക്കുക. നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ ദയവ് ചെയ്ത് OTT ഈ ഒരു പടം കാണരുത്. ഇത് പക്കാ തിയേറ്റർ മെറ്റീരിയൽ ആയിട്ടുള്ള പടമാണ്. നോ ലോജിക്, ഓൺലി ബാഡ്നെസ്. അതായത് ഈ ഒരു ഫിലിമിൽ വലിയ മാസ് എലമെൻറ്റ് കാര്യങ്ങളൊക്കെ ഫിലിമിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഫിലിം നമ്മൾ കണ്ട് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ആ ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഒരു പടം ഏതോ പടം കണ്ട് ഇറങ്ങി വന്ന ഒരു ഫീൽ, അങ്ങനത്തെ ഒരു പടമാണ് എന്നുള്ളതാണ്. പക്ക ഒരു സ്പൂഫ് ടൈപ്പ് പടമാണ് അവർ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പല എവിടെയൊക്കെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു തിരക്കേടില്ലാത്തൊരു ഫിലിമായിട്ടാണ് എനിക്ക് തിയേറ്ററിൽ നിന്ന് കണ്ട സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ OTT കണ്ട സമയത്ത് കാട്ടവരാതായിട്ടാണ് എനിക്ക് ഈ ഒരു പടം തോന്നിയിട്ടുള്ളത്.